നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 45ാമത് ഫിഡെ ഒളിമ്പ്യാഡിൽ ഫെഡോസിവും ഗുഗേഷും തമ്മിൽ നടന്ന മത്സരം ഒന്ന് നിരീക്ഷിക്കാം. പോൺ D4, ക്യൂൻ പോൺ ഓപ്പണിംഗ്, നൈറ്റ് F6, ബിഷപ്പ് F4. ലണ്ടൻ സിസ്റ്റത്തിലാണ് ഈ ഗെയിം നടന്നിട്ടുള്ളത്. വൈറ്റിൻ്റെ ബിഷപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു. ഓപ്പണിങ്ങിൽ വളരെ പെട്ടെന്ന് തന്നെ ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഗെയിമുകളിൽ ഓപ്പോണൻറ്റിൻ്റെ പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ബ്ലോക്ക് ചെയ്യുവാൻ സാധിച്ചാൽ ബിഷപ്പ് ഒരു ഡെഡ് പീസായി മാറുന്നതാണ്. പോൺ D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും D4 ഉള്ള പോണിൻ്റെ മുൻപിലോട്ടുള്ള നീക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഓപ്പണിങ്ങിൽ വൈറ്റിൻ്റെ ബിഷപ്പ് ഡെവലപ്പ് ചെയ്ത സ്ഥിതിക്ക് E3 എന്ന ഒരു മൂവ് നമുക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കുകയും ലേറ്റ് സ്ക്വയർ ബിഷപ്പ് അറ്റാക്കിംഗ് മൂവിലേക്ക് വരുവാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോൺ E3 എന്ന നീക്കം നടത്തുമ്പോൾ D4 പോണിന് ഒരു സംരക്ഷണം നൽകുവാൻ സാധിക്കുകയും ലേറ്റ് സ്ക്വയർ ബിഷപ്പിന് സഞ്ചരിക്കുവാനുള്ള ഒരു ഡയഗണൽ സ്വതന്ത്രമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പോൺ C5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് സമനിലയിൽ എത്തിക്കുന്നതിന് ബ്ലാക്കിന് സാധിക്കുന്നു. നൈറ്റ് F3 എന്ന നീക്കം നടത്തിക്കൊണ്ട് D4 പോണിന് ഒരു സംരക്ഷണം നൽകുകയും D5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നൈറ്റ് C6, ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള സ്ക്വയറുകൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നൈറ്റ് C6 എന്ന നീക്കം നടത്തുന്നു. നൈറ്റ് B എന്ന ഒരു നീക്കം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് C5 പോണിനെ C3 അല്ലെങ്കിൽ C4 എന്നീ നീക്കങ്ങൾ നടത്തുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ബിഷപ്പ് G4, BG4 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യുന്നു. പോൺ C3, പോൺ E6 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ഇനി വൈറ്റ് C5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു ക്യാപ്ചർ ചെയ്യുന്നതിന് ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൻ A4 എന്നൊരു നീക്കം നടത്തിക്കൊണ്ട് C6 നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് B7 പോണിനെ ആക്രമിക്കുകയായിരുന്നു എങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുമായിരുന്നു. നൈറ്റ് D7, ബിഷപ്പ് B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് C6 നൈറ്റിന് ഒരു ആക്രമണം കൂടി നൽകുന്നു. വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്യൂൻ C8 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിന് ഒരു സംരക്ഷണം നൽകുന്നു. ഈ ഒരു പൊസിഷനിൽ റൂക്ക് C8 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത ശേഷം ക്യൂൻ ഉപയോഗിച്ച് A7 പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുമായിരുന്നു. റൂക്ക് C1, വൈറ്റ് C5 ഓപ്പൺ ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് റൂക്കിനെ C5 നീക്കം നടത്തുന്നു. പോൺ A6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് ടേക്സ് C6, ക്യൂൻ ടേക്സ് C6, പോൺ ടേക്സ് C6. ഓപ്പണിങ്ങിൽ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ക്യൂനുകൾ ക്യാപ്ചർ ചെയ്യുന്നു. പോൺ C4, പോൺ F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് G5, E5 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം ബ്ലാക്ക് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ C5 ഒരു ഡബിൾ പോൺ ഉള്ളതുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് പോൺ ക്യാപ്ചറുകൾ നടക്കുകയാണെങ്കിൽ ബ്ലാക്കിന് സെൻറ്റർ ഫയലിൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. നൈറ്റ് B3 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് C5 പോണിന് ഒരു ആക്രമണം നൽകുന്നു. പോൺ A5 എന്ന ഒരു നീക്കത്തിൻ്റെ ലക്ഷ്യം A4 എന്ന നീക്കം നടത്തിക്കൊണ്ട് B3 നൈറ്റിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. പോൺ H3 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ആക്രമിക്കുന്നു.
ബിഷപ്പ് F5 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് C2 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റ് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ചെസ് ബോർഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയറാണ് C2 എന്ന സ്ക്വയർ. റൂക്ക് C1 എന്ന നീക്കം നടത്തിയ സ്ഥിതിക്ക് C5 റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ചെയ്യുവാനുള്ള ഒരു സാധ്യത ഗുകേഷ് മുൻകൂട്ടി കാണുന്നു. C2 എന്ന സ്ക്വയർ ബിഷപ്പ് ഉപയോഗിച്ച് നിയന്ത്രിക്കുമ്പോൾ വൈറ്റിൻ്റെ റൂക്കിന് C2 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തുവാൻ സാധിക്കില്ല. കിങ് E2 KA2 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കുകളെ കണക്ട് ചെയ്യുന്നു. പോൺ A4 എന്ന നീക്കം നടത്തിക്കൊണ്ട് B3 നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് D2 വൈറ്റിൻ്റെ നൈറ്റുകളെയും ബിഷപ്പിനെയും ബ്ലാക്കിൻ്റെ പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് മുൻപിലോട്ട് നീക്കം നടത്തുന്നത് തടസ്സപ്പെടുത്തുവാൻ ബ്ലാക്കിന് സാധിച്ചിരിക്കുന്നു. ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ബിഷപ്പ് G3 ബിഷപ്പ് E7 റൂക്ക് C3 വൈറ്റ് റൂക്കുകളെ ഡബിൾ ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിങ് F7 വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ക്യൂനുകൾ ക്യാപ്ചർ ചെയ്തതുകൊണ്ട് ബ്ലാക്കും വൈറ്റും ഇനി ക്യാസ്ലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ഒരു രീതിയിലേക്ക് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. റൂക്ക് HC1 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കുകൾ ഡബിൾ ചെയ്യുന്നു. റൂക്ക് HC8 D ക്രോസ് C5 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ C5 ഓപ്പൺ ഫയൽ ആക്കുവാനുള്ള ഒരു ശ്രമമാണ് വൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോൺ E5 എന്നാൽ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് വൈറ്റിൻ്റെ മൈനർ പീസുകൾക്ക് നീക്കം നടത്തുവാനുള്ള സാധ്യത ഒഴിവാക്കുകയും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള സ്ക്വയറുകൾ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്താൽ ഈ ഒരു ഗെയിമിൽ സെൻറ്റർ ഫയലിൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ ഗെയിം വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. C takes D5 ഇപ്പോൾ വൈറ്റിന് C5 ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു. പോൺ C6 എന്ന നീക്കം നടത്തിക്കൊണ്ട് D7 നൈറ്റിനെ ആക്രമിക്കുന്നു. C6 പോണിന് 2 നീക്കം കൂടെ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പോൺ പ്രൊമോഷന് ശ്രമിക്കാവുന്നതാണ്. ഒരു പോൺ മാത്രമാണ് മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു പകരം B5 പോണിനെ കൂടി C6 പോണിൻ്റെ അടുത്തെത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ബ്ലാക്കിന് വളരെയധികം ദോഷം ചെയ്യും. നൈറ്റ് B6 പോൺ A3 B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ട്രാപ്പ് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് A3 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. റൂക്ക് A5 നൈറ്റ് E1 ബ്ലാക്കിൻ്റെ ആക്രമണങ്ങൾക്ക് മുൻപിൽ വൈറ്റിൻ്റെ മൈനർ പീസുകൾക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല. റൂക്ക് B5 RB5 എന്ന നീക്കം നടത്തിക്കൊണ്ട് B2 പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് D3 ND3 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് B2 പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. പോൺ D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. E takes D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുവാൻ പോണിന് സാധിക്കുന്നു. റൂക്ക് C2 ഈ ഒരു പൊസിഷനിൽ C2 റൂക്കിന് മറ്റ് സ്ക്വയറുകളിലേക്കൊന്നും നീക്കം നടത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഗെയിമിൽ ഒരു റൂക്ക് ട്രാപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. റൂക്ക് E8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുന്നു. നൈറ്റ് F3 റൂക്ക് B3 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പും റൂക്കും ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. നൈറ്റ് E1 എന്ന നീക്കം നടത്തിക്കൊണ്ട് D3 നൈറ്റിന് ഒരു സംരക്ഷണം നൽകുന്നു. ബിഷപ്പ് B4 ചെക്ക് B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് നൽകിക്കൊണ്ട് വളരെ നല്ല ഒരു ആക്രമണം കാഴ്ചവെക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് F1 ബിഷപ്പ് ടേക്സ് E1 നൈറ്റ് ടേക്സ് E1 ബിഷപ്പ് ടേക്സ് C2 നൈറ്റ് ടേക്സ് C2 ഒരു ബിഷപ്പിനെതിരെ വൈറ്റിനൊരു റൂക്ക് നഷ്ടപ്പെടുന്നു.
പോൺ D3 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള പാസ് പോൺ വളരെ ഡേഞ്ചറാണ്. മിഡിൽ ഗെയിമിൽ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് ഒരു പാസ് പോൺ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓപ്പോണൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. നൈറ്റ് E3, റൂക്ക് ടേക്സ് B2, റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് B2-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുകയും സെക്കൻഡ് റാങ്കിൻ്റെ നിയന്ത്രണം റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമാക്കുന്നതിനും ബ്ലാക്കിന് സാധിക്കുന്നു. പോൺ C7 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ 7th റാങ്കിലെത്തിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് C8 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിൻ്റെ മുൻപിലോട്ടുള്ള നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. പോൺ H4, റൂക്ക് A2 എന്ന നീക്കം നടത്തിക്കൊണ്ട് A3-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് F4. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ D3-ലിരിക്കുന്ന പോൺ വളരെയധികം അപകടകാരിയാണ്. റൂക്ക് ടേക്സ് A3, പോൺ G3, റൂക്ക് B3. ബ്ലാക്കിന് A5-ലും D5-ലും ഓരോ പാസ് പോണുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. നൈറ്റ് C4, റൂക്ക് E6 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിൻ്റെ മുൻപിലോട്ടുള്ള നീക്കങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. നൈറ്റ് D2 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുവാൻ നൈറ്റിന് സാധിക്കുന്നു. റൂക്ക് B2, വൈറ്റിൻ്റെ കിങ്ങിനെ E6-ലിരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് D3-ലിരിക്കുന്ന പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വൈറ്റിൻ്റെ കിങ്ങിന് സാധിക്കുകയില്ല. റൂക്ക് C3 എന്ന നീക്കം നടത്തിക്കൊണ്ട് D3-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് A6, D3-ലിരിക്കുന്ന പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് A5-ൽ വളരെ ശക്തമായ ഒരു പാസ് പോണിനെ ഉണ്ടാക്കിയെടുക്കുവാൻ റൂക്ക് A6 എന്ന നീക്കം സഹായിക്കുന്നു. റൂക്ക് A3 എന്ന നീക്കം നടത്തിക്കൊണ്ട് A5-ലെ പോണിൻ്റെ മുൻപിലോട്ടുള്ള നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് പൂർണ്ണമായും ഡിഫെൻസ് ചെയ്തുകൊണ്ടാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൂക്ക് C2, നൈറ്റ് E4, കിങ് G6. ഒരു ചെക്ക് നൽകുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് KG6 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെ സംരക്ഷിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് G2, നൈറ്റ് E7, കിങ് F3. ബ്ലാക്കിൻ്റെ D5-ലിരിക്കുന്ന പോണിൻ്റെ അടുത്തേക്ക് കിങ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. നൈറ്റ് D5 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെയും C7-ലിരിക്കുന്ന പോണിനെയും ഒരു ഫോർക്കിലൂടെ ആക്രമിക്കുന്നതിന് നൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് C8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു പോൺ പ്രൊമോഷൻ നടത്തുക എന്നുള്ളതാണ് നൈറ്റ് C3 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. നൈറ്റ് ടേക്ക് C7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബിഷപ്പ് ടേക്ക് C7, പോൺ D2, കിങ് E2. ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിങ്ങിനെ E2 എന്ന നീക്കം നടത്തുന്നത്. എന്നാൽ K2 എന്ന നീക്കം വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ബ്ലാക്കിനെ സഹായിക്കുന്നു. റൂക്ക് E6 ചെക്ക്, കിങ് D1, റൂക്ക് B2. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് റിസൈൻ ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ ബിഷപ്പ് ടേക്ക് C6 എന്ന നീക്കത്തിന് പകരം ബിഷപ്പ് E2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെറിയ മുൻതൂക്കമുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നൈറ്റ് D7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൽ നിന്ന് നഷ്ടപ്പെടുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റിന് വളരെ മനോഹരമായ ഒരു പോൺ ചെയിൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു. ഈ ഒരു പൊസിഷൻ ഉപയോഗപ്പെടുത്തുവാൻ വൈറ്റിന് സാധിക്കാത്തതിന് കാരണം ബിഷപ്പ് ടേക്ക് C6 എന്ന നീക്കം നടത്തിയതാണ്. നമുക്ക് ഈ പൊസിഷനിൽ BE2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. BE2, ബിഷപ്പ് E7, ക്യൂൻ D1. വൈറ്റിൻ്റെ ബിഷപ്പും ക്യൂനും ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ കുറച്ച് മോശമാക്കിയതിന് ശേഷം
തിരിച്ചു കൊണ്ടുവരുന്നു. പോൺ B5, പോൺ E4. പോൺ E4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് നല്ല ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. D takes C4, knight takes C4, castling, pawn H3, bishop H5, D takes C5, knight takes C5, knight takes C5, bishop takes C5, castling, rook D8, queen E1, bishop G6, rook D1. ഇപ്പോൾ വൈറ്റിന് ക്യൂൻ സൈഡിൽ 3 പോണുകളും ബ്ലാക്കിന് ക്യൂൻ സൈഡിൽ 2 പോണുകളുമാണുള്ളത്. അതുകൊണ്ട് ക്യൂൻ സൈഡിലെ പോൺ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് എല്ലാ പീസുകളും സമനിലയിൽ ക്യാപ്ചർ ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുകയാണെങ്കിൽ ക്യൂൻ സൈഡിലെ പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിന് ഒരു സമനിലയോ വിജയമോ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ക്യൂൻ B7, rook takes D8 check, rook takes D8, queen C1, bishop E4, rook D1, bishop D5, pawn B3, QB6, bishop G3, knight E7, pawn B4, bishop D6, bishop takes D6, rook takes D6, queen C2, knight F5, pawn A4, pawn G6, A takes B5, A takes B5, queen C1. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിനും വൈറ്റിനും തുല്യ പോണുകളാണുള്ളത്. എന്നിരുന്നാലും ക്യൂൺ സൈഡിൽ വൈറ്റിന് കണക്റ്റഡ് പോണുകളും ബ്ലാക്കിന് ഒറ്റപ്പെട്ട പോണുമായതുകൊണ്ട് എല്ലാ പീസുകളും സമനിലയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ക്യൂൺ സൈഡിൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാനുള്ള സാധ്യത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നൈറ്റ് G3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുന്നു. ക്യൂൻ C2, നൈറ്റ് F5, ക്യൂൻ C1, naight G3, ക്യൂൻ C1. നിരന്തരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ബ്ലാക്ക് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. നൈറ്റ് F5, ക്യൂൻ C1. ഈ ഒരു പൊസിഷൻ ബ്ലാക്കിന് കുറച്ച് മോശം പൊസിഷനായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പൊസിഷൻ ബ്ലാക്ക് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി നമുക്ക് വൈറ്റിൻ്റെ 30ാമത്തെ നീക്കം QC1 എന്ന നീക്കത്തിന് പകരം നൈറ്റ് D4 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നൈറ്റ് D4, നൈറ്റും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് B5-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് ടേക്സ് D4, റൂക്ക് ടേക്സ് D4. വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ പീസുകളെയും സമനിലയിൽ വെട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് കളിക്കുന്ന സമയത്ത് പോൺ സ്ട്രക്ചറിൽ ചെറിയ ഒരു മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് എല്ലാ പീസുകളും ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോൺ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യുവാൻ സാധിക്കും. റൂക്ക് D8, ക്യൂൻ D3, ക്യൂ D3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് B5-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ക്യൂൻ C7 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് C3-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ക്യൂൻ E3, റൂക്ക് C8. ബ്ലാക്കിൻ്റെ റൂക്കും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് C3-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് F3. എന്നാൽ വൈറ്റ് C3-ൽ ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നതിന് പകരം
D5 ബിഷപ്പിനെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. ബിഷപ്പ് ടേക്സ് F3, ക്യൂൺ ടേക്സ് F3, ക്യൂൺ ടേക്സ് C3. വൈറ്റിനൊരു പോൺ നഷ്ടപ്പെടുന്നു. റൂക്ക് D8 ചെക്ക്. റൂക്ക് D8 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല. കാരണം വൈറ്റിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യും. കിങ് G7, ക്യൂൺ ടേക്സ് C3 ചെക്ക്. റൂക്ക് ടേക്സ് C3. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് വൈറ്റിൻ്റെ ഒരു പോണിനെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. റൂക്ക് B8, റൂക്ക് B8 എന്ന നീക്കം നടത്തിക്കൊണ്ട് B5 പോണിനെ ആക്രമിക്കുന്നു. പോൺ H5, റൂക്ക് ടേക്സ് B5, പോൺ H4, കിങ് F1, റൂക്ക് B3, റൂക്ക് B8, പോൺ F5, പോൺ B5, കിങ് F6, കിങ് E2, പോൺ G5, കിങ് D2, കിങ് E5, കിങ് C2, റൂക്ക് B4, കിങ് C3, റൂക്ക് B1, പോൺ B6, പോൺ G4, H takes G4, F takes G4, pawn B7, pawn H3, G takes H3, G takes H3, king D3, king F4, KF4 എന്നൊരു നീക്കം നടത്തുമ്പോൾ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് G4, B8 സമം ക്യൂൻ, റൂക്ക് ടേക്സ് B8, റൂക്ക് ടേക്സ് B8, റൂക്ക് ടേക്സ് B8 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് നഷ്ടപ്പെടുന്നു. കിങ് F3, റൂക്ക് H8, കിങ് G2, കിങ് D4, പോൺ H2, പോൺ F4, H1 സമം ക്യൂൻ, റൂക്ക് ടേക്സ് H1, കിങ് ടേക്സ് H1, കിങ് E2, കിങ് G2, കിങ് ടേക്സ് E6, കിങ് F3, പോൺ F5. ഇനി ഈ പൊസിഷനിൽ വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കാം. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.